അല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഒരു ഫുഡ് ഓപ്റ്റ് ചെയ്യുമ്പം പരമാവധി ഏറ്റവും ലോ ബഡ്ജറ്റിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. തട്ടുകടയിൽ നിന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തട്ടുകട മോശമൊന്നുമല്ല, പക്ഷെ നമ്മൾ അതിൻ്റെ ഹൈജീനിക്കിൽ ഒട്ടും നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. എത്ര റേറ്റ് കുറഞ്ഞ് കിട്ടുമോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പല ആളുകളും ഒരു ഒരു ഹോട്ടലിൽ പോയാലും ഒരു മെനു കാർഡ് കണ്ടാലും ലെഫ്റ്റ് സൈഡ് നോക്കുന്നതിന് മുമ്പ് റൈറ്റ് സൈഡ് നോക്കും. എന്ത് വില കുറഞ്ഞതുണ്ട് അത് ആദ്യം ഓർഡർ ചെയ്യാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇവിടെയൊക്കെ തന്നെയും ഇങ്ങനെ നമ്മൾ ലാഭം കണ്ടെത്തുന്ന നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുകയാണ്. അതായത് ഭക്ഷണത്തിൽ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുന്നിടത്ത് ഞാൻ ആക്ച്വലി ആളുകളുടെ ന്യൂട്രീഷനൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ ന്യൂട്രീഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ന്യൂട്രീഷൻ എക്സ്പെൻസീവ് ആയിട്ടല്ല, ഗുഡ് ഫുഡിന് എപ്പോഴും നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ 3 കിലോ ഓറഞ്ച് 100 രൂപ കിട്ടുന്നതും 1 കിലോ ആപ്പിള് 250 രൂപ കിട്ടിയാൽ ആൾക്കാർ 3 കിലോ ഓറഞ്ചേ എടുക്കുള്ളൂ. കാരണം രണ്ടും ഫ്രൂട്ടാണ്, പക്ഷേ ആളുകൾ എപ്പോഴും ലാഭമുള്ള സംഗതി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നല്ല ഫുഡിന് നല്ല വാല്യൂ കൊടുക്കണം. പക്ഷേ ഇത് തിരഞ്ഞെടുക്കാത്ത സമയത്താണ് നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ ബിൽസ് പേ ചെയ്യേണ്ടി വരുന്നത്. ബട്ട് അവിടെ നമ്മൾ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഹെൽത്ത് തിരിച്ച് കിട്ടുന്നില്ല. നമ്മുടെ ഫാമിലി കണ്ടീഷൻ മാറുന്നു, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നു. നമ്മൾ പിന്നീട് ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി നമുക്ക് അതിനകത്ത് ഒരു ക്യൂർ കിട്ടാതെ തൽക്കാലം നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്ന സ്റ്റേജ് മാത്രമേ മാറാറുണ്ട് പതിവ്.